ഗോൾഡൻ പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ ആലുവ രാജഗിരി ഹോസ്പിറ്റലിൽ നിന്നും അല്പം മാറി സ്ഥിതി ചെയ്യുന്ന 40 ലക്ഷത്തിന് ലഭിക്കാവുന്ന 3 ബെഡ്റൂമിൻ്റെ വീടിൻ്റെ വിശേഷമാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. 2018-ലെയും 19-ലെയും പ്രളയം ബാധിക്കാത്തൊരു ഏരിയയിലാണ് ഈ വീട് നിൽക്കുന്നത്. ഇവിടെ നിന്നും രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 1 കിലോമീറ്ററും ഇൻഫോ പാർക്കിലേക്ക് 11 കിലോമീറ്ററും മെട്രോ സ്റ്റേഷനിലേക്ക് 6 കിലോമീറ്ററും എയർപോർട്ടിലേക്ക് 16 കിലോമീറ്റർ ദൂരത്തായാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. എറണാകുളം ജില്ലയുടെ തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു വികസന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയയാണ് ഈ രാജഗിരി ഹോസ്പിറ്റൽ നിൽക്കുന്നത്. നല്ലൊരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കൂടിയാണ് രാജഗിരി. അതിൻ്റെ അടുത്താണ് ഈ വീട് നിൽക്കുന്നത്. നല്ല മനോഹരമായ വീടുകളെല്ലാം സ്ഥിതി ചെയ്യുന്ന ഒരു ഏരിയയിലാണ് ഈ വീട് നിൽക്കുന്നത്. 4 മീറ്ററോളം വീതി വരുന്ന റോഡ് നമുക്ക് കാണാം. സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാവുന്ന ഒരു ഗേറ്റാണ് മുന്നിലായി കൊടുത്തിരിക്കുന്നത്. ഗേറ്റ് തുറന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് കാർ പാർക്കിങ്ങിനുള്ള ഒരു ഏരിയ വരുന്നത്. അത് കവേർഡ് ചെയ്ത് കൊടുക്കുന്നതാണ്. ഇന്നോവ മോഡലുള്ള ഒരു വണ്ടി പാർക്ക് ചെയ്യാവുന്ന പ്രൊവിഷൻ അവിടെ ലഭ്യമാണ്. ഈ ഒരു ഭാഗത്താണ് കിണർ വരുന്നത്. വർഷത്തിൽ അത്യാവശ്യം നല്ല രീതിയിൽ കിണർ വെള്ളം ലഭിക്കുന്ന ഒരു ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. പൈപ്പ് കണക്ഷനും ലഭ്യമാണ്. ചുറ്റുഭാഗങ്ങളിലെല്ലാം അത്യാവശ്യം സെറ്റ് ബാക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായി ചെറിയൊരു വർക്ക് ഏരിയക്കുള്ള ഒരു സ്പേസും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീടിൻ്റെ ഫ്രണ്ടിലേക്ക് തന്നെ തിരിച്ചു വരാം. കിഴക്ക് ഭാഗത്തേക്കാണ് വീടിൻ്റെ ഡയറക്ഷൻ വരുന്നത്. വീടിൻ്റെയും ഡോറിൻ്റെയും ഡയറക്ഷൻ കിഴക്ക് ഭാഗത്തേക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഡോർ തുറന്ന് വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം. മഹാഗണിയാണ് ഇവിടെ മരങ്ങൾക്കായി ഉപയോഗിച്ചിട്ടുള്ളത്. ചട്ടങ്ങളെല്ലാം ആഞ്ഞിലിയുമാണ്. കയറി വരുന്നത് ഒരു ഗസ്റ്റ് ലിവിംഗ് ഹാളിലേക്കാണ്. അത്യാവശ്യം വലിപ്പമുള്ള രീതിയിലുള്ള ഒരു ലിവിംഗ് ഹാൾ ലഭ്യമാണ്. ഫോൾ സീലിംഗ് വർക്കുകളും LED ലൈറ്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഫ്ലോറിങ്ങിനായി വെട്രിഫൈഡ് ടൈലുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നേരെ കാണുന്ന ഭിത്തിയിൽ മൾട്ടിവുഡിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു TV യൂണിറ്റും നമുക്ക് കാണാം. ഇനി നമുക്ക് ഇവിടെ നിന്ന് നേരെ ഡൈനിങ് ഹാളിലേക്കാണ് പ്രവേശിക്കേണ്ടത്. അവിടെയായി മനോഹരമായൊരു പാർട്ടീഷൻ എല്ലാം ചെയ്തിട്ടുണ്ട്. ഡൈനിങ് ഹാളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏകദേശം 6 ചെയർ ഇട്ടിരിക്കാവുന്ന അത്യാവശ്യം വലിപ്പമുള്ളൊരു ടേബിൾ ഇടാവുന്ന സ്പേസ് ഈ കാണുന്ന ഡൈനിങ് ഹാളിലും ലഭ്യമാണ്. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ഈ ഒരു റേറ്റിൽ കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ നിർമ്മിച്ചിട്ടുള്ള അത്യാവശ്യം നല്ല രീതിയിലുള്ള ഇൻറ്റീരിയർ വർക്കുകളെല്ലാം ചെയ്തിട്ടുള്ള ഒരു വീടാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഒരു ഓപ്പൺ കൺസെപ്റ്റിലാണ് കിച്ചൻ്റെ നിർമ്മാണം. ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറെല്ലാം കൊടുത്ത് മനോഹരമാക്കിയാണ് ആ ഒരു ഓപ്പൺ കിച്ചൺ നിർമ്മിച്ചിരിക്കുന്നത്. കിഴക്ക് ഭാഗത്തേക്ക് അടപ്പ് കത്തിക്കുന്ന രീതിയിൽ കബോർഡ് വർക്കുകളെല്ലാം ചെയ്ത് ഭംഗിയിൽ തന്നെയാണ് കിച്ചൻ്റെ ഏരിയ നിർമ്മിച്ചിരിക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ട പോലെ ചെറിയൊരു വർക്ക് ഏരിയക്കുള്ള സ്പേസും പുറത്തായി ലഭ്യമാണ്. ഇനി നമുക്ക് ബെഡ്റൂമിലേക്ക് വരാം. താഴെ ഒരു ബെഡ്റൂമാണ് കിട്ടുക. മുകളിലായി 2 ബെഡ്റൂമും ലഭ്യമാണ്. ഇനി നമുക്ക് ബെഡ്റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം കബോർഡ് വർക്കുകളും ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്ത് തന്നെയാണ് ഈ ബെഡ്റൂം നിർമ്മിച്ചിരിക്കുന്നത്. 2 ഭിത്തിയിലും വിൻഡോ എല്ലാം കൊടുത്തിട്ടുണ്ട്. ആഞ്ഞിലിയും മഹാഗണിയും തന്നെയാണ് ഇവിടെയും ഉപയോഗിച്ചിട്ടുള്ളത്. കമ്പികളെല്ലാം സ്റ്റീലിലുള്ളത് തന്നെയാണ്. ബാത്റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ സെറാ ബ്രാൻഡിൻ്റെ ഫിറ്റിംഗ്സും സാനിറ്ററീസുമാണ് ഫുള്ളായി ഉപയോഗിച്ചിട്ടുള്ളത്. ഞാൻ നേരത്തെ അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, നല്ല ക്വാളിറ്റിയോടുകൂടി തന്നെ നിർമ്മിച്ചിട്ടുള്ള ഒരു വീട് തന്നെയാണ്. ഇവിടെയായി ഒരു ടേബിൾ ടോപ്പോടുകൂടി വരുന്ന വാഷ് കൗണ്ടറും നമുക്ക് കാണാം. ഇനി സ്റ്റെയറിൻ്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ നല്ലൊരു മോഡേൺ സ്റ്റൈലിലാണ് സ്റ്റെയർ കേസ് നിർമ്മിച്ചിരിക്കുന്നത്. അവിടെയായി ഇൻവെർട്ടർ വെക്കാവുന്ന പ്രൊവിഷനും കൊടുത്തിട്ടുണ്ട്. സ്റ്റെയറുകൾ തമ്മിലുള്ള ഗ്യാപ്പ് ഇട്ട് വരുന്ന രീതിയിലാണ് ആ ഒരു സ്റ്റെയർ കേസിൻ്റെ നിർമ്മാണം. ഇനി നമുക്ക് സ്റ്റെപ്പ് കയറി നേരെ 1ാമത്തെ നിലയിലേക്ക് വരാം. വെളിച്ചം ലഭിക്കുന്നതിന് വേണ്ടി അവിടെ പറകോളയെല്ലാം കൊടുത്തിട്ടുണ്ട്. സ്റ്റെയർ കയറി വരുമ്പോൾ ചെറിയൊരു ഹോളിലേക്കാണ് നമ്മൾ വന്നെത്തി നിൽക്കുന്നത്. ഈ ഭാഗത്താണ് ആ ഒരു സ്പേസ് വരുന്നത്. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. മുകളിലെ നിലയിൽ 2 ബെഡ്റൂമും ബാൽക്കണിയുമാണ് കാണാൻ കഴിയുക. ഇനി നമുക്ക് മുകളിലെ നിലയിലെ ബെഡ്റൂമിലേക്ക് ചെല്ലാം. ഈ ഒരു ബെഡ്റൂം ആണ് അത്യാവശ്യം വലിപ്പമുള്ളൊരു ബെഡ്റൂം തന്നെയാണ്. ഇവിടെയും കബോർഡ് വർക്കും ഫോൾ സീലിംഗ് വർക്കും 2 ഭിത്തിയിലും വിൻഡോ എല്ലാം കൊടുത്തിൽ തന്നെയാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെയും നിർമ്മാണം. ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. സെറാ ബ്രാൻഡ് തന്നെയാണ് 3 ബാത്റൂമിലും ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് വീടിൻ്റെ 3ാമത്തെ ബെഡ്റൂമിലേക്ക് വരാം. അത് താഴെ കണ്ട ബെഡ്റൂമിൻ്റെ അതേ മുകളിൽ തന്നെ വരുന്ന ബെഡ്റൂമുകൾ തന്നെയാണ്. 3 ബെഡ്റൂമിലും അറ്റാച്ച്ഡ് ബാത്റൂമും കബോർഡ് വർക്കെല്ലാം ചെയ്ത് തന്നെയാണ് ബിൽഡർ നിർമ്മിച്ചിരിക്കുന്നത്. അത്യാവശ്യം നല്ല ഭംഗിയിൽ തന്നെയാണ് ഈ വീടിൻ്റെ നിർമ്മാണം.
ഇനി നമുക്ക് ഈ വീടിൻ്റെ ബാൽക്കണിയിലേക്കാണ് പോകാനുള്ളത്. അതിനു മുന്നായി വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം. എറണാകുളം ജില്ലയിൽ ആലുവയിൽ നിന്നും അല്പം മാറി രാജഗിരി ഹോസ്പിറ്റലിനടുത്തായി സ്ഥിതി ചെയ്യുന്ന 2 സെൻറ്റിൽ 1050 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമോടുകൂടി വരുന്ന ഈ വീടിന് ചോദിക്കുന്ന റേറ്റ് 40 ലക്ഷം രൂപയാണ്. അത് നെഗോഷ്യബിൾ ആണ്. മറ്റുള്ള വിശദ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. മറ്റൊരു പുതിയ വീടുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി.